Hi friends, welcome back to our channel just for a guide. ഇന്ന് നമ്മൾ പാർട്ട് 3 ആണ് എടുക്കുന്നത്. പാർട്ട് 1ലും പാർട്ട് 2ലുമായിട്ട് 1 മുതൽ 6 പാരഗ്രാഫ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് സ്റ്റോറിയുടെ പേര് മറന്നുപോയിട്ടില്ലല്ലോ. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, റിട്ടൺ ബൈ മാർട്ട സെലിനാസ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 7ാമത്തെ പാരഗ്രാഫ് മുതൽ 10ാമത്തെ പാരഗ്രാഫ് വരെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു മാർത്ത വളരെ ദുഃഖിതയായിട്ട് വീട്ടിലേക്ക് വന്നത്. കാരണം അവളുടെ ഹിസ്റ്ററി അധ്യാപകനും അതുപോലെ തന്നെ മാത്സ് അധ്യാപകനും സ്കോളർഷിപ്പ് ജാക്കറ്റ് ആർക്ക് കൊടുക്കണം എന്നതിനെക്കുറിച്ചൊരു ആർഗ്യുമെൻ്റ് നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി 7ാമത്തെ പാരഗ്രാഫിലോട്ട് കിടക്കാം. ഇറ്റ് സീംഡ് എ cruel coincidence that I had overheard that conversation. It seemed, ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മുടെ നറേറ്റീവ് എന്ന് പറയുന്നത് മാർത്തയാണ്. ഇറ്റ് സീംഡ് എ ക്രൂവൽ കോഇൻസിഡൻസ്. സീംഡ് എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടു, തോന്നി എന്നൊക്കെയാണ്. ക്രൂവൽ എന്ന് പറഞ്ഞാൽ ക്രൂരമായ അല്ലെങ്കിൽ വേദനാജനകമായ. കോഇൻസിഡൻസ് മീൻസ് two or more similar things happening at the same time by chance in a surprising way. അതായത് യാദൃശ്ചികമായിട്ട്. ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ്. അതെനിക്ക് വളരെ വേദനാജനകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ദാറ്റ് ഐ ഹാഡ് ഓവർഹേർഡ് ദാറ്റ് കോൺവെർസേഷൻ. ഓവർഹെഡ് മീൻസ് ഈവ്സ് ഡ്രോപ്പ്. നമ്മൾ മറഞ്ഞ് നിന്ന് കേൾക്കുന്നതിനെ അല്ലെങ്കിൽ ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നതിനാണ് ഓവർഹേഡ് എന്ന് പറയുന്നത്. ദാറ്റ് കോൺവെർസേഷൻ, അതായത് ഹിസ്റ്ററി അധ്യാപകനും മാത്സ് അധ്യാപകനും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ സംഭാഷണം. ആ ഒരു സംഭാഷണം കേൾക്കാനിട വന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വളരെ യാദൃശ്ചികമായിട്ടാണ് അത് സംഭവിച്ചത്. കാരണം ആ ഷൂ അല്ലേ, അവളുടെ ബാഗിൽ വെച്ച ആ ഷൂ മറന്നു വെച്ച ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോഴാണ് അവൾ ആ സംഭാഷണം കേൾക്കാനിട വന്നത്. ദ നെക്സ്റ്റ് ഡേ വെൻ ദ പ്രിൻസിപ്പൽ കോൾഡ് മീ ഇൻ ടു ഹിസ് ഓഫീസ് ഐ ന്യൂ വാട്ട് ഇറ്റ് വുഡ് ബി എബൌട്ട്. ദ നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം, വെൻ ദ പ്രിൻസിപ്പൽ കാൾഡ് മീ ഇൻ ടു ഹിസ് ഓഫീസ്. പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എന്നെ വിളിച്ചു. അതായത് മാർത്തയോട് പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ഐ ന്യൂ വാട്ട് ഇറ്റ് വുഡ് ബി എബൌട്ട്. എനിക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് എനിക്കറിയാം. എന്ത് കാര്യത്തിന് എന്നോട് എന്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്നോട് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഓഫീസിലേക്ക് വിളിച്ചതെന്ന് എനിക്കറിയാം. ഹി ലുക്ഡ് അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി. അൺകംഫർട്ടബിൾ മീൻസ് സുഖകരമല്ലാത്ത. അൺഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ, സന്തോഷമില്ലാത്ത അവസ്ഥയിൽ. ഹി മീൻസ് ദ പ്രിൻസിപ്പൽ ലുക്ഡ് അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി. വളരെ അസുഖകരമായിട്ടുള്ള, അതായത് അദ്ദേഹത്തിന് ഒരു ഹാപ്പി മൂഡിലല്ലായിരുന്നു, അൺഹാപ്പി ആയിരുന്നു. ഐ ഡിസൈഡഡ് ഐ വാസൻറ്റ് ഗോയിങ് ടു മേക്ക് ഇറ്റ് എനി ഈസിയർ ഫോർ ഹിം. സോ ഐ ലുക്ക്ഡ് ഹിം സ്ട്രൈറ്റ് ഇൻ ദ ഐസ്. എന്നെ അവിടേക്ക് വിളിച്ചതിൻ്റെ കാരണം എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഐ ഡിസൈഡഡ് തീരുമാനിച്ചു. ഐ മീൻസ് മാർത്ത ഡിസൈഡഡ് തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ഐ വാസൻറ്റ് ഗോയിങ് ടു മേക്ക് ഇറ്റ് എനി ഈസിയർ ഫോർ ഹിം. ഞാനായിട്ട് കാര്യങ്ങൾ ഈസി ആയിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ, അതായത് അദ്ദേഹത്തിന് എന്നോട് ആ കാര്യം അവതരിപ്പിക്കാൻ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു വഴിയും ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കില്ല. സോ ഐ ലുക്ക്ഡ് ഹിം സ്ട്രൈറ്റ് ഇൻ ദ ഐസ്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അതായത് നമ്മളോട് ഒരാളോ എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ, വിഷമകരമായിട്ടുള്ള ഒരു കാര്യം പറയണമെങ്കിൽ അവർക്ക് കുറച്ച് മടിയൊക്കെ കാണും. അപ്പോൾ നമ്മൾ നേരിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മളുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടെങ്കിലും നോക്കി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഈസി ആയിട്ട് പറയാൻ സാധിക്കും. ഇവിടെ പ്രിൻസിപ്പളിന് അങ്ങനെ ഒരു അവസരം ആരും കൊടുത്തില്ല, മാർത്ത കൊടുത്തില്ല. സോ ഐ ലുക്ക്ഡ് ഹിം സ്ട്രൈറ്റ് ഇൻ ദ ഐസ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. ഹി ലുക്ക്ഡ് അവേ ആൻഡ്
fidgeted with the papers on his desk. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ്, ഹി ലുക്ക്ഡ് എവേ, അദ്ദേഹം ദൂരേക്ക് നോക്കി. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അദ്ദേഹത്തിന് അത്ര ധൈര്യം പോരായിരുന്നു. ആൻഡ് ഫിഡ്ജറ്റഡ് മീൻസ് ടു കീപ് മൂവിങ് യുവർ ബോഡി, ഹാൻഡ്സ് ഓർ ഫീറ്റ് ബിക്കോസ് യു ആർ നെർവസ്, ബോർഡ്, എക്സൈറ്റഡ് എക്സെട്ര. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു നെർവസ് ആയിട്ടുള്ള കാര്യം, എന്തെങ്കിലും ഒരു എന്താ പറയുക, എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം ഇങ്ങനെ വെറുതെ ഇരിക്കാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കില്ലേ, അതിനാണ് ഫിഡ്ജറ്റഡ് എന്ന് പറയുന്നത്. ഹീ ലുക്ക്ഡ് അവേ, അദ്ദേഹം ദൂരേക്ക് നോക്കിക്കൊണ്ട്. ഫിഡ്ജറ്റഡ് വിത്ത് ദ പേപ്പേഴ്സ് ഓൺ ഹിസ് ഡെസ്ക്, അദ്ദേഹത്തിൻ്റെ ഡെസ്കിൻ്റെ മുകളിലുള്ള ആ പേപ്പറുകളിൽ ഇങ്ങനെ വിരലോടിച്ചു. അല്ലെങ്കിൽ മാർത്ത, he said, there's been a change in policy this year regarding the scholarship jacket. As you know, it has always been free. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു തുടങ്ങുകയാണ്. മാർത്ത, he said, അദ്ദേഹം പറഞ്ഞു, മാർത്തയെ വിളിച്ചിട്ട് പറയുകയാണ്, there's been എന്ന് പറഞ്ഞാൽ there has been a change in policy this year. ഈ ഇയറിൽ, ഈ വർഷത്തിൽ ഈ നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് നൽകുന്ന പോളിസിയിൽ ചില മാറ്റങ്ങൾ, ചേഞ്ച് വന്നിട്ടുണ്ട്. റിഗാർഡിങ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്ന ആ ഒരു പോളിസിയിൽ ചില ചേഞ്ച് വന്നിട്ടുണ്ട്. ആസ് യു നോ, ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഫ്രീ. ഇത്രയും വർഷങ്ങളായിട്ട് നിനക്കറിയാലോ അത് ഫ്രീ ആയിരുന്നു. അതായത് ആ സ്കൂളിൽ ആ ഒരു ചടങ്ങ്, ആ ഒരു സെറമണി ഇന്ന് വരെ, ഈ വർഷം വരെ നടത്തിപ്പോകുന്നതിൽ എല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട് ആൻഡ് കണ്ടിന്യൂഡ്. ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട്, അതായത് അദ്ദേഹം അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പറയുന്ന ആ ശബ്ദത്തിലൊക്കെ ചില ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ശബ്ദമൊന്ന് ശരിയാക്കിക്കൊണ്ട് അദ്ദേഹം എന്താണ് കണ്ടിന്യൂ ചെയ്യണം. അദ്ദേഹം പറയുന്നത് തുടരുകയാണ്. ദിസ് ഇയർ ദ ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു ചാർജ് $15 which still won't cover the complete cost of the jacket. എന്താ പറയുന്നത്, ദിസ് ഇയർ, ഈ വർഷം, ദ ബോർഡ് മീൻസ് ആ ഭരണസമിതി, സ്കൂള് നടത്തിപ്പൊക്കെ നടത്തുന്ന ആ ബോർഡ്, അവരെന്ത് ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു, ടു ചാർജ് $15, $15 ചാർജ് ചെയ്യാൻ തീരുമാനിച്ചു. വിച്ച് സ്റ്റിൽ വോണ്ട് കവർ ദ കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് ദി ജാക്കറ്റ്. ഈ സ്കോളർഷിപ്പ് ജാക്കറ്റിന് അതിലും കൂടുതൽ പൈസയുണ്ട്, പക്ഷേ എന്നാലും $15 എങ്കിലും ഇത് കിട്ടുന്ന കുട്ടിക്ക് ചാർജ് ചെയ്യാൻ ഇത്തവണ ഈ സ്കൂൾ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് മാർത്തയോട് ആർക്ക് പറയാനുള്ളത്, പ്രിൻസിപ്പളിന് പറയാനുള്ളത്. 8ാമത്തെ പാരഗ്രാഫ് നോക്കാം. ഐ സ്റ്റേർഡ് അറ്റ് ഹിം ഇൻ ഷോക്ക് ആൻഡ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ എസ്കേപ്ഡ് മൈ ത്രോട്ട്. ഐ ഹാഡൻറ്റ് എക്സ്പെക്റ്റഡ് ദിസ്. ഹി സ്റ്റിൽ അവോയ്ഡഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ്. ഐ സ്റ്റേർഡ് അറ്റ് ഹിം. ഐ സ്റ്റേർഡ് അറ്റ് എന്ന് പറഞ്ഞാൽ, സ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ തുറിച്ച് നോക്കുക. ഐ സ്റ്റേർഡ് അറ്റ് ഹിം ഇൻ ഷോക്ക്. ഞാൻ ഷോക്കോടുകൂടി, എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത ഷോക്കായിപ്പോയി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ തുറിച്ച് നോക്കുകയായിരുന്നു. ആൻഡ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ എസ്കേപ്ഡ് മൈ ത്രോട്ട്. തൊണ്ട. ഡിസ്മേ മീൻസ് എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് സാഡ്നെസ്. വളരെ നിരാശ തോന്നി. അതുപോലെ തന്നെ നിരാശയും വിഷമവും കലർന്ന ഒരു ശബ്ദം, എസ്കേപ്ഡ് മൈ ത്രോട്ട്, എൻ്റെ തൊണ്ടയിലൂടെ അങ്ങ് പുറത്തേക്ക് പോയി. അതായത് ചിലപ്പം അയ്യോന്നോ അല്ലെങ്കിൽ ഷോന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കാണും. ഐ ഹാഡൻറ്റ് എക്സ്പെക്റ്റഡ് ദിസ്. ഞാനിത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല, പ്രതീക്ഷിച്ചില്ല. ഹി സ്റ്റിൽ അവോയ്ഡഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ്. ഹി സ്റ്റിൽ അവോയ്ഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒഴിവാക്കുക. അദ്ദേഹം ഇപ്പോഴും എൻ്റെ കണ്ണുകളിലേക്കുള്ള നോട്ടം അദ്ദേഹം ഒഴിവാക്കുകയാണ്. സോ if you are unable to pay the $15 for the jacket, it will be given to the next one in line. I didn't need to ask who that was.
അപ്പോൾ പ്രിൻസിപ്പൾ പറയാണ്, സോ ഇഫ് യു ആർ അനേബിൾ ടു പേ ദ $15, അതുകൊണ്ട് നിനക്ക് എന്താണ് എനേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിയാതെ വരികയാണെങ്കിൽ, പേ ദ $15, ഞാനീ പറഞ്ഞ $15 നിനക്ക് പേ ചെയ്യാൻ സാധിക്കുകയാണ്, അല്ലെങ്കിൽ പേ ചെയ്യാൻ കഴിയാതെ വരികയാണെങ്കിൽ, ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ നെക്സ്റ്റ് വൺ ഇൻ ലൈൻ. അതായത് നിൻ്റെ മാർക്കിനോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റു കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്കോളർഷിപ്പിന് അർഹയായ അടുത്ത കുട്ടിക്ക്, ആ കുട്ടിക്ക് $15 പേ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് അവർക്ക് നൽകുന്നതാണ്, സ്കോളർഷിപ്പ് ജാക്കറ്റ് ആ കുട്ടിക്ക് നൽകുന്നതാണെന്ന് അദ്ദേഹം പറയുകയാണ്. ഐ ഡിഡ്ന്റ് നീഡ് ടു ആസ്ക് ഹൂ ദാറ്റ് വാസ്. അപ്പം മാർത്ത മനസ്സിലോർക്കുകയാണ്, എനിക്ക് ആ കുട്ടി ആരാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. അതായത് അങ്ങനെ ഒരു കുട്ടിയുണ്ടോ, എൻ്റെ കൂടെ തന്നെ മാർക്കുള്ള കുട്ടിയുണ്ട് എന്ന് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. 9ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാം. സ്റ്റാൻഡിങ് വിത്ത് ഓൾ ദ ഡിഗ്നിറ്റി ഐ കുഡ് മസ്റ്റർ, ഐ സെഡ് ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ്, സർ, ആൻഡ് ലെറ്റ് യു നോ ടുമോറോ. സ്റ്റാൻഡിങ് വിത്ത് ഓൾ ദ ഡിഗ്നിറ്റി ഐ കുഡ് മസ്റ്റർ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക, ഡിഗ്നിറ്റി അഭിമാനത്തോടു കൂടി. അപ്പോൾ എന്താ, അഭിമാനം സംഭരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഐ സെഡ്, ഞാൻ പറഞ്ഞു, ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ്, ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദറിനോടൊന്ന് സംസാരിക്കട്ടെ, ആൻഡ് ലെറ്റ് യു നോ ടുമോറോ, എന്നിട്ട് അതിന് ശേഷം നാളെ പറയാം താങ്കളോട് ഞാൻ എന്താണ് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്ന് ഗ്രാൻഡ് ഫാദറിനോട് ചോദിച്ചതിന് ശേഷം പറയാം. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം ഫ്രം ദ ബസ് സ്റ്റോപ്പ്. ഐ ക്രൈഡ്, മാർത്ത ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം ഫ്രം ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് മുതൽ അവളുടെ വീട്ടിലെത്തുന്നത് വരെ മാർത്ത കരഞ്ഞുകൊണ്ടിരുന്നു. ദ ഡേർട്ട് റോഡ് വാസ് എ ക്വാർട്ടർ മൈൽ ഫ്രം ദ ഹൈവേ. ഇനി പോകുന്നത് ഡേർട്ട് റോഡിലൂടെയാണ്. അത് ഹൈവേയിൽ നിന്ന് 400 മീറ്ററോളം അകലത്തിലാണ്. ഹൈവേയിൽ നിന്ന് 400 മീറ്ററോളം ദൂരമുണ്ട്. ഡേർട്ട് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാറൊന്നും ഇടാത്ത അൺപേർഡ് വേക്കാണ് ഡേർട്ട് റോഡെന്ന് പറയുന്നത്. സോ ബൈ ദ ടൈം ഐ ഗോട്ട് ഹോം മൈ ഐസ് വർ റെഡ് ആൻഡ് പഫി. പഫി മീൻസ് വീർത്ത, വീങ്ങിയ. അതായത് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും മൈ ഐസ് വർ, എൻ്റെ കണ്ണുകൾ വീർത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ചുമന്ന കണ്ണുകളായി തീർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒത്തിരി കരഞ്ഞതല്ലേ, സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്തുന്നത് വരെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ റെഡിഷ് കളറായിട്ടുണ്ട്. അതുപോലെ തന്നെ പഫി, എന്താണ്, നല്ല വീർത്ത് അല്ലെങ്കിൽ വീങ്ങിയ കണ്ണുകളോടെയാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. വേഴ്സ് ഗ്രാൻഡ്പ, ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മ, ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ഫ്ലോർ സോ ഷീ വുഡൻറ്റ് ആസ്ക് മീ വൈ ഐ ഹാഡ് ബീൻ ക്രൈയിങ്. വേഴ്സ് ഗ്രാൻഡ്പ, മാത ആസ്ക്ഡ് ടു ഗ്രാൻഡ്മ. ഗ്രാൻഡ്മയോട് ചോദിക്കുകയാണ്, എവിടെയാണ് ഗ്രാൻഡ്പ? ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ഫ്ലോർ, താഴേക്ക് നോക്കിയിട്ടാണ് അവൾ ആ ചോദ്യം ചോദിക്കുന്നത്. സോ ഷീ വുഡൻറ്റ് ആസ്ക് മീ വൈ ഐ ഹാഡ് ബീൻ ക്രൈയിങ്. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണുകൾ കണ്ടിട്ട് ഗ്രാൻഡ്മ ചോദിക്കരുത്, എന്തിനാണ് നീ കരഞ്ഞത്, എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് വന്നത് എന്നതിനെക്കുറിച്ച് ഒന്നും അവർക്കറിയില്ലല്ലോ. അപ്പം എന്താണ്, താഴേക്ക് നോക്കിക്കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അവളുടെ ആ കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ ഗ്രാൻഡ്മയുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഷീ വാസ് സ്വിങ് ഓൺ എ ക്വിൽറ്റ് ആസ് യൂഷ്വൽ ആൻഡ് ഡിഡ്ന്റ് ലുക്ക് അപ്പ്. ഷീ വാസ് സ്വിങ് എന്ന് പറഞ്ഞാൽ എന്താ, തുന്നുക. ഓൺ എ ക്വിൽറ്റ് കോസടി, ചെറിയ മെത്തയ്ക്കാണ് ക്വിൽറ്റ് എന്ന് പറയുന്നത്. ആസ് യൂഷ്വൽ, പതിവ് പോലെ തന്നെ. ആൻഡ് ഡിഡ്ന്റ് ലുക്ക് അപ്പ്, അതായത് മാർത്ത അവിടെ ഗ്രാൻഡ്പ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നു എന്നല്ലാതെ മാർത്തയെ നോക്കുന്നൊന്നുമില്ല മുത്തശ്ശി. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷി വാസ് സ്വിങ് ഓൺ എ ക്വിൽറ്റ് ആസ് യൂഷ്വൽ, പതിവ് പോലെ തന്നെ അവർ ആ മെത്ത തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഹീസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദ ബീൻ ഫീൽഡ്. അപ്പോൾ ഗ്രാൻഡ്മ മാർത്തയോട് പറയാണ്, ഐ തിങ്ക് ഹീസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദ ബീൻ ഫീൽഡ്. എനിക്ക് തോന്നുന്നത് ഗ്രാൻഡ്പ ബീൻ ഫീൽഡിൽ, പയറ് തോട്ടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഐ വെൻ ഔട്ട്സൈഡ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ ഫീൽഡ്സ്. ഞാൻ പുറത്തേക്ക് പോയി, എന്നിട്ട്
ആ പാടത്തേക്ക് നോക്കി. There he was. അവിടെ അദ്ദേഹമുണ്ട്. I could see him walking between the rows, his body bent over the little plant's hoe in hand. അപ്പം മുത്തശ്ശനെ കണ്ടു. അദ്ദേഹം എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? I could see him. അദ്ദേഹത്തെ എനിക്ക് കാണാൻ സാധിച്ചു. Walking between the rows. അതായത് റോ എന്ന് പറഞ്ഞാൽ നിരകൾ. അതായത് പയറ് ചെടികളൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ നിരകളായിട്ട് അവർ കൃഷി ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ നിരക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഹിസ് ബോഡി ബെൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? കുനിയുക. ദ ലിറ്റിൽ പ്ലാന്റ്സ്, അതായത് ആ ചെറിയ ചെടികൾക്കിടയിലൂടെ അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞിട്ടൊക്കെയാണ് അങ്ങോട്ട് നടക്കുന്നതൊക്കെ. ഹോ ഇൻ ഹാൻഡ്. ഹോ മീൻസ് കൈക്കോട്ട് അല്ലെങ്കിൽ തൂമ്പ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തൂമ്പയുമുണ്ട്. ഐ വാക്ക്ഡ് സ്ലോലി ഔട്ട് ടു ഹിം ട്രൈങ് ടു തിങ്ക് ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ ദ മണി. അപ്പോൾ എന്താണ് പറയുന്നത്? ഐ വാക്ക് സ്ലോലി ഔട്ട് ടു ഹിം. ഞാൻ വളരെ പതുക്കെ സാവധാനം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ട്രൈങ് ടു തിങ്ക് ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ ദ മണി. അപ്പോൾ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാങ്ങിക്കാനുള്ള ആ $15 അദ്ദേഹത്തിനോട് എങ്ങനെയാണ് ചോദിക്കുന്നത്? വളരെ നല്ല വഴിയിലൂടെ തന്നെ വേണം അദ്ദേഹത്തിനോട് ചോദിക്കാൻ. There was a cool breeze blowing and a sweet smell of mesquite fruit in the air, but I didn't appreciate it. I walked slowly out to him trying to think how I could best ask him for the money. എങ്ങനെയാണ് ഇതൊന്ന് ഫലിപ്പിച്ച് ആ പണം ഒന്ന് നേടിയെടുക്കുക, അല്ലെങ്കിൽ ആ പണം ഒന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടുക എന്നതിനെക്കുറിച്ച് ഓർത്ത് അവളിങ്ങനെ നടക്കുമ്പോൾ there was a cool breeze blowing. അവിടെ നല്ലൊരു തണുത്ത കാറ്റ് വീശി. ആൻഡ് എ സ്വീറ്റ് സ്മെൽ ഓഫ് മെസ്ക്വീറ്റ് ഫ്രൂട്ട്. മെസ്ക്വീറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ട്രീ ദാറ്റ് ഗ്രോസ് ഇൻ ദി ഡ്രൈ ഏരിയാസ് ഇൻ ദി അമേരിക്കാസ്. അപ്പോൾ ഡ്രൈ ഏരിയയിൽ വളരുന്ന ഒരു തരം ട്രീസിനാണ് മെസ്ക്വീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നല്ല ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ സ്വീറ്റ് സ്മെൽ, നല്ല സ്മെല്ല് ആ കാറ്റിലങ്ങനെ അവിടെ സുഗന്ധം നിറയുന്നുണ്ട്. ബട്ട് ഐ ഡിഡൻറ്റ് അപ്രിഷിയേറ്റ് ഇറ്റ്. പക്ഷേ എനിക്കത് ആസ്വദിക്കാൻ സാധിച്ചതേയില്ല. കാരണം മാർത്തയുടെ മനസ്സിൽ നിറയെ ടെൻഷനായിരുന്നു. ഐ കിക്ക്ഡ് അറ്റ് എ ഡേർട്ട് ക്ലോഡ് എന്ന് വെച്ചാൽ മൺകട്ട. ഞാൻ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ഒരു മൺകട്ട ഇങ്ങനെ കിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ നമ്മൾ കാലുകൊണ്ട് തട്ടി മാറ്റി. ഐ വാണ്ടഡ് ദാറ്റ് ജാക്കറ്റ് സോ മച്ച്. എനിക്ക് ആ ജാക്കറ്റ് കിട്ടണം എന്ന അതിയായ ആഗ്രഹമുണ്ട്. ഇറ്റ് വാസ് മോർ ദാൻ ജസ്റ്റ് ബീയിങ് എ valedictorian and giving a little thank you speech for the jacket on the graduation night. ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടുന്നത് ഞാനൊരു വാലഡിക്ടോറിയൻ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാസ് ടോപ്പറിനാണ് പറയുന്നത്. ഒരു ക്ലാസ് ടോപ്പറായി എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് വാങ്ങിയതിന് ശേഷം ഒരു സ്പീച്ച് നടത്തി അതിനകത്ത് ഒരു താങ്ക്സ് പറയുന്നതിലുമല്ല കാര്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇറ്റ് റെപ്രസെൻറ്റഡ് 8 years ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പെക്റ്റേഷൻ. അത് പ്രതിനിധീകരിക്കുന്നത് റെപ്രസെൻറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രതിനിധീകരിക്കുന്നത് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് എൻ്റെ 8 വർഷത്തെ 1ാം ക്ലാസ് മുതൽ 8th ഗ്രേഡ് വരെ ഞാൻ എടുത്ത ആ ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിൻ്റെയും എൻ്റെ പ്രതീക്ഷയുടെയും എൻ്റെ പ്രതീക്ഷയുടെയൊക്കെ ഫലമാണ് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ അതെനിക്ക് നേടിയേ തീരൂ. ഐ ന്യൂ ഐ ഹാഡ് ടു ബി ഹോണസ്റ്റ് വിത്ത് ഗ്രാൻഡ്പ. എനിക്കറിയാം ഞാൻ ഗ്രാൻഡ്പയോട് വളരെ ഹോണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് തന്നെ പെരുമാറണം. ഇറ്റ് വാസ് മൈ ഓൺലി ചാൻസ്. ഇത് മാത്രമാണ് എനിക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ $15 എനിക്ക് സ്കൂളിലേക്ക് നൽകാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്കത് ആ ചാൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നതിലൂടെ ഗ്രാൻഡ്പ എനിക്കത് ആ $15 എനിക്ക് നൽകണം. He saw my shadow and looked up. He saw my shadow നിഴൽ. അപ്പോൾ ഞാൻ ചെന്നതിൻ്റെ ആ നിഴൽ അദ്ദേഹം കണ്ടു. ആൻഡ് ലുക്ക്ഡ് അപ്പ്, എന്നെ അങ്ങനെ നോക്കി. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ 3ാമത്തെയും 4ാമത്തെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടില്ലായിരുന്നു. 5ാമത്തെ ക്വസ്റ്റ്യനും ആൻസറുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ 3, 4 അതുപോലെ തന്നെ 6, 7, 8, 9
ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണേ. ആൻസറുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതുവരെ പഠിപ്പിച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് തുടരാം. താങ്ക് യു.